താഴെ പനയമ്പാടത്ത് നടന്ന വാഹനാപകടത്തിൽ 4 കുട്ടികൾ മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കളക്ടറേറ്റിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ റോഡ് വഴി വരുന്ന ദുബായ് കുന്നിലെത്തുന്നതിന് മുൻപ് ഈ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുക എന്നുള്ളൊരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വേഗത നിയന്ത്രിക്കുക എന്നാണ് പ്രധാനമായും സ്വീകരിച്ചു തുടങ്ങിയത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈഡറുകൾ ഇവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഡിവൈഡറുകൾ കാര്യക്ഷമമല്ല എന്നൊരു കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. എന്തുകൊണ്ടാണ് അത് പ്രായോഗികമല്ല എന്ന് നമുക്ക് അവരോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ ഡിവൈഡറുകൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് പ്രായോഗികമല്ല എന്ന് നിങ്ങൾ പറയുന്നത്? ഡിവൈഡർ ഇതിൻ്റെ മുമ്പ് ഇവിടെ വെച്ചതാണ്. വെച്ചിട്ട് ആ വളവിൽ നിന്ന് വണ്ടിന് കയറി വരുന്നതോടുകൂടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഡിവൈഡർ കാണുമ്പോൾ ആണ് ചവിട്ടും. അങ്ങനെ ആ ഡിവൈഡറിൽ തട്ടി വീഴുക 2-3 പ്രാവശ്യം അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഈ ഡിവൈഡർ വെച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകും തോന്നുന്നില്ല. ഈ ഡിവൈഡർ വെക്കുന്നതുകൊണ്ട് ഈ താഴേക്ക് ഇറങ്ങുന്നതിന്റെ വേഗത കുറയുമെന്ന് കരുതുന്നുണ്ടോ? താഴേക്ക് ഇറങ്ങുന്നതിന്റെ വേഗത കുറയുമൊന്നും താൽക്കാലികമായിട്ട് ഇവിടെ ഡിവൈഡർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അപകടം കൂടുള്ളൂ. ഒന്ന് മഴ ചാറി കഴിഞ്ഞാൽ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപകടങ്ങൾ കൂടുള്ളൂ. അല്ലാതെ ഇതൊരു സാഹസമുള്ള ഇതൊന്നുമല്ല. വെറുതെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് കരുതുന്നത്. ഇത് തീർച്ചയായിട്ടും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇവരിവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഇത് കാണുക. എന്തായാലും കൂടുക ചെയ്യുള്ളൂ. ഇതിന് വേറെ പരിഹാരം റോഡ് മാർഗം ചെയ്യൽ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. നാട്ടുകാർ അത് തന്നെയാണ് പറയുന്നത്. അപകടങ്ങൾ കൂടാൻ ഇത് വഴിവെക്കും. ഇത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് കാണിക്കാൻ പോകുന്നത് മുൻപ് ഇവിടെ ഇത്തരത്തിൽ അപകടങ്ങൾ പനയമ്പാടത്ത് അപകടം ഉണ്ടായിരുന്ന സമയത്ത് സ്ഥാപിച്ച ഡിവൈഡറാണ്. ഇത് ഇത്തരത്തിൽ വാഹനം ഇടിച്ച് ഇതിന് കേടുപാടുകളൊക്കെ സംഭവിച്ചായിട്ടും ഇവിടെ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആ ഡിവൈഡറുകൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ റോഡിന്റെ സൈഡിലേക്ക് സ്ഥാനം പിടിച്ചു. ഇപ്പോൾ അത്തരത്തിൽ ഡിവൈഡറുകൾ വീണ്ടും പോലീസ് ഇവിടെ 2 ഡിവൈഡറുകൾ, ചെറിയ ഡിവൈഡറുകൾ സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഇത് ഇവിടെ നിന്ന് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ദുബായ് കുന്നിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ വാഹനത്തിന്റെ വേഗത വീണ്ടും ആ ഇറക്കമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പതുക്കെ പോയാലും അവിടേക്ക് എത്തുമ്പോൾ വീണ്ടും വാഹനത്തിന്റെ വേഗത കൂടും. ഇത് മുൻപ് ഇവിടെ പരീക്ഷിച്ചതാണ്, അന്ന് ഫലം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് പ്രായോഗികമല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ജിഷ്ണുവിനൊപ്പം കെ അഖിൽ, മീഡിയ 1, പാലക്കാട്.